നമസ്കാരം. കേൾക്കാം ഇന്നത്തെ പത്രങ്ങൾ. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ഫെബ്രുവരി 6 വ്യാഴാഴ്ച. ഞാൻ എം ജയപ്രകാശ്. ഗസക്കാരെ കുടിയൊഴിപ്പിച്ച് സുഖവാസ കേന്ദ്രം നിർമ്മിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രണ്ടാംഘട്ട വെടിനിർത്തൽ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് മേഖലയെ കൂടുതൽ സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന പ്രഖ്യാപനം. ഗസയ്ക്ക് നേരെ ട്രംപിന്റെ വെടി എന്ന് മലയാള മനോരമ തലക്കെട്ട്. വംശീയ ഉന്മൂലന പദ്ധതിയുമായി ട്രംപ് ഗസ പിടിച്ചെടുക്കും എന്ന് മാധ്യമവും തലക്കെട്ട് നൽകി. പാതിവിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിനിരയായത് സംസ്ഥാനത്ത് 10,000-ലേറെ പേരാണ്. കേസുകൾ ഇന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഇതിനിടെ നാടുകടത്തിയവരുമായി അമേരിക്കൻ സൈനിക വിമാനം ഇന്ത്യയിലിറങ്ങി. പത്തനംതിട്ടയിൽ ആളുമാറി വിവാഹ സംഘത്തെ തല്ലിച്ചതച്ചതിന് SIയും 2 CPOമാരും സസ്പെൻഷനിലായി. ഡൽഹി സംസ്ഥാന ഭരണം BJPക്കെന്നാണ് എക്സിറ്റ് പോളുകൾ. ശനിയാഴ്ചയാണ് ഇവിടുത്തെ വോട്ടെണ്ണൽ. പത്രങ്ങളിൽ വാർത്തകൾ ഏറെയുണ്ട്. കേൾക്കാം വിശദമായി. ആദ്യം മലയാള മനോരമയിലേക്കാണ്. പലസ്തീൻ ജനതയെ ഒഴിപ്പിച്ച് ഉല്ലാസ കേന്ദ്രമാക്കും. ഗസയ്ക്കു നേരെ ട്രംപിന്റെ വെടി എന്നാണ് തലക്കെട്ട്. നയം മാറ്റം വ്യക്തമാക്കിയത് നെതന്യാഹുവുമൊത്തുള്ള വാർത്താസമ്മേളനത്തിലാണ്. അപലപിച്ച് US സഖ്യരാജ്യങ്ങളും. വാഷിംഗ്ടൺ. ഗസ മുനമ്പ് ഏറ്റെടുത്ത് കടലോര ഉല്ലാസ കേന്ദ്രമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം. മേഖലയിലെ ഫലസ്തീൻ ജനതയെ ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള സാധ്യത തേടുമെന്നും ആവശ്യമെങ്കിൽ US സൈന്യത്തെ ഇറക്കുമെന്നും വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു. US ഇതുവരെ പിന്തുടർന്നുവന്ന നയത്തിന് വിരുദ്ധമായാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇതിനെതിരെ പരമ്പരാഗത സഖ്യരാജ്യങ്ങൾ വരെ രംഗത്തെത്തി. ബലമായുള്ള ഒഴിപ്പിക്കൽ രാജ്യാന്തര ചട്ടങ്ങളുടെ ലംഘനമാണെന്നും അനുവദിക്കില്ലെന്നും ഫ്രാൻസ് പ്രതികരിച്ചു. പലസ്തീൻ ഇസ്രായേൽ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെയാണ് അംഗീകരിക്കുന്നതെന്ന് റഷ്യ, ചൈന, UK, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളും വ്യക്തമാക്കി. മേഖലയിലെ മുഖ്യകക്ഷികളായ സൗദി അറേബ്യ, തുർക്കി എന്നിവയും ശക്തമായ വിയോജിപ്പ് വ്യക്തമാക്കി. അനുകൂലമായ പ്രഖ്യാപനത്തെ ഇസ്രായേൽ സ്വാഗതം ചെയ്തു. നീക്കം മേഖലയെ വീണ്ടും അശാന്തിയിലേക്ക് തള്ളിവിടുമെന്നായിരുന്നു ഹമാസിന്റെ പ്രതികരണം. ഗസയും ഇസ്രായേലും സൗദിയും ഉടൻ സന്ദർശിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മികച്ച കടലോര വിനോദ കേന്ദ്രമാക്കാൻ സാധ്യതയുള്ള ഇടമെന്ന് ട്രംപിന്റെ മരുമകനും വ്യവസായിയുമായ ജാറദ് കൃഷ്ണറും കഴിഞ്ഞ വർഷം ഗസയെ വിശേഷിപ്പിച്ചിരുന്നു. 15 മാസം നീണ്ട ഇസ്രായേൽ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നടിയുകയും 47,000 പേർ കൊല്ലപ്പെടുകയും ചെയ്ത ഗസയുടെ പുനർനിർമ്മാണത്തിന് 21 വർഷം വേണമെന്നാണ് UN-ന്റെ കണക്ക്. വെടിനിർത്തലിനെയും ബാധിച്ചേക്കാം. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ തുടരുന്നതിനും ബാക്കിയുള്ള ബന്ദികളുടെ മോചനം സാധ്യമാക്കുന്നതിനുള്ള ചർച്ചകളുടെ 2ാം ഘട്ടം ഈ ആഴ്ച ആരംഭിക്കാനിരിക്കെയാണ് ട്രംപ് വെടിപൊട്ടിച്ചത്. ചർച്ചയുടെ ഫലപ്രാപ്തിയെ വരെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഹമാസിനെയും ചർച്ചയിലെ മധ്യസ്ഥരായ ഖത്തറിനെയും ഈജിപ്തിനെയും സമ്മർദ്ദത്തിലാക്കാനുള്ള ട്രംപിന്റെ വിലപേശൽ തന്ത്രമായും പ്രഖ്യാപനത്തെ കാണുന്നവരുണ്ട്. മാധ്യമത്തിന്റെ വാർത്തയിലേക്ക് വന്നാൽ, വംശീയ ഉന്മൂലന പദ്ധതിയുമായി ട്രംപ് ഗസ പിടിച്ചെടുക്കും. ഗസക്കാരെ കുടിയൊഴിപ്പിച്ച് സുഖവാസ കേന്ദ്രം നിർമ്മിക്കുമെന്ന് നെതന്യാഹുവിനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപനം. അനുവദിക്കില്ലെന്ന് ഹമാസ്. മേഖലയെ സംഘർഷഭരിതമാക്കുമെന്ന് മുന്നറിയിപ്പ്. 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ നടക്കാനിരിക്കെ മേഖലയെ സംഘർഷഭരിതമാക്കുന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പലസ്തീനികളെ ഗസയിൽ നിന്ന് കുടിയിറക്കുമെന്നും ഗസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പേരുമാറ്റി വംശീയ ഉന്മൂലനം തുടരുമെന്ന പ്രഖ്യാപനം. 20 ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികൾ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും പോകണം. യുദ്ധത്തിൽ തകർന്ന ഗസയിലെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും മാരക ബോംബുകളും നീക്കി സുന്ദരമാക്കും.
കടൽ തീരത്ത് സുഖവാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കും. തൊഴിലവസരങ്ങൾ നൽകുന്ന സാമ്പത്തിക വികസനം സൃഷ്ടിക്കും. ഗസ അധിനിവേശം ദീർഘകാലം തുടരുമെന്നും അത് പശ്ചിമേഷ്യയുടെ സ്ഥിരതയ്ക്ക് സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അവിടെ ആരാണ് താമസക്കാരായി ഉണ്ടാകുക എന്നത് സംബന്ധിച്ച് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ് ഗസയിലേക്ക് തിരിച്ചുവരാൻ ഫലസ്തീനികൾ ആഗ്രഹിക്കുന്നത്. കോൺക്രീറ്റ് കൂനകൾ മാത്രമുള്ള പ്രദേശമാണിത്. അപകടകരമായ പ്രദേശത്തേക്ക് തിരിച്ചുവരുന്നതിനു പകരം മറ്റു മനോഹര സ്ഥലങ്ങളിലേക്ക് അവർക്ക് പോകാം. താൻ സംസാരിച്ചവരെല്ലാം ഇതൊരു മനോഹര ആശയമാണെന്നാണ് പറഞ്ഞത്. ഗസയിലേക്ക് സൈന്യത്തെ അയക്കുമോ എന്ന ചോദ്യത്തിന് പ്രദേശം ഏറ്റെടുക്കുന്നതിനാൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു മറുപടി. ഗസ സന്ദർശിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെ നീക്കം ചരിത്രം മാറ്റിമറിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു. ഗസ ഒരിക്കലും ഭീഷണിയാകാതിരിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ട്രംപ് അതിനാവശ്യമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വതന്ത്ര ഫലസ്തീൻ വിട്ടുവീഴ്ചയില്ലെന്ന് സൗദി. അതില്ലാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമില്ല. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്നത് സൗദി അറേബ്യയുടെ അചഞ്ചലമായ നിലപാടാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഫലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് സൗദി അറേബ്യ നിലപാട് ആവർത്തിച്ചത്. ഫലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ചുള്ള സൗദിയുടെ ഉറച്ച നിലപാട് ചർച്ചയ്ക്കോ ലേലം വിളിക്കലിനോ വിധേയമല്ലെന്നും മന്ത്രാലയം തുറന്നടിച്ചു. US നാടുകടത്തിയവർ ഇന്ത്യയിലെത്തി. ഭൂരിഭാഗവും ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ. അനധികൃതമായി കുടിയേറിയതിന് US പുറത്താക്കിയ 104 ഇന്ത്യക്കാർ തിരികെയെത്തി. പഞ്ചാബിലെ അമൃത്സറിലാണ് US വ്യോമസേനയുടെ വിമാനം ഇവരുമായി എത്തിയത്. 25 വനിതകളും പ്രായപൂർത്തിയാകാത്ത 12 പേരും സംഘത്തിലുണ്ട്. തൊഴിൽ വിസയുടെ കാലാവധി കഴിഞ്ഞും US-ൽ തുടർന്നവരും ഒഴിപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. യുദ്ധവിമാനത്തിൽ ഇവരെ അയച്ചതിൽ ഉൾപ്പെടെ പല ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുമ്പോഴും എത്ര പേർ എത്തി, ഇവർക്ക് എന്ത് സൗകര്യം ലഭ്യമാക്കി, US-ഉമായുള്ള ആശയവിനിമയം എന്നീ വിഷയങ്ങളിലെല്ലാം കേന്ദ്രം മൗനം പാലിക്കുകയാണ്. വിമാനത്തിൽ വിലങ്ങുവെച്ചാണ് ഇന്ത്യക്കാരെ ഇരുത്തിയതെന്നും ഇത് അപമാനകരമാണെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. ഗുജറാത്ത്, ഹരിയാന സ്വദേശികളായ 33 പേരും പഞ്ചാബിൽ നിന്നുള്ള 30 പേരുമാണ് മടങ്ങിയെത്തിയത്. 3 പേർ വീതം UP, മഹാരാഷ്ട്ര സ്വദേശികളും മടങ്ങിയെത്തിയവരുടെ കണക്ക് സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഇവരുടെ വിശദാംശങ്ങളും മറ്റും പരിശോധിച്ച ശേഷം വീടുകളിലേക്ക് അയക്കുമെന്നാണ് പഞ്ചാബ് പോലീസ് നൽകുന്ന വിവരം. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ഡൽഹി BJPക്കെന്ന് എക്സിറ്റ് പോളുകൾ. ഡൽഹി സംസ്ഥാന ഭരണം BJPക്കെന്ന് എക്സിറ്റ് പോളുകൾ. 10 പോളുകളിൽ 2 എണ്ണം മാത്രമാണ് AAPക്ക് ഭൂരിപക്ഷം പ്രവചിക്കുന്നത്. 70 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് 36 സീറ്റാണ് വേണ്ടത്. കഴിഞ്ഞ തവണത്തെ കക്ഷിനില AAP 62, BJP 8 എന്ന നിലയിലാണ്. 27 വർഷം മുൻപ് നഷ്ടപ്പെട്ട സംസ്ഥാന ഭരണം തിരിച്ചുപിടിക്കാൻ BJP ഊർജിത പ്രചാരണമാണ് നടത്തിയത്. പ്രവചനങ്ങൾ അടിസ്ഥാനരഹിതമെന്നായിരുന്നു AAPയുടെ പ്രതികരണം. നിലവിൽ MLA-മാരില്ലാത്ത കോൺഗ്രസിന് പരമാവധി 3 സീറ്റാണ് പ്രവചിക്കുന്നത്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. പകുതി വിലയിൽ വീണത് 10,000. 1,100 കോടിയുടെ തട്ടിപ്പ്, പരാതി പ്രവാഹം, വിവാദ ചുഴിയിൽ രാഷ്ട്രീയ നേതാക്കളും. സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ തുടങ്ങിയവ വാഗ്ദാനം ചെയ്ത് നടത്തിയ നിക്ഷേപ തട്ടിപ്പിന് സംസ്ഥാനത്തിരയായത് 10,000-ലധികം പേർ. 1,100 കോടി രൂപയുടെ കൊള്ള നടന്നതായി കണക്കാക്കുന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മിക്ക ജില്ലകളിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുഖ്യപ്രതി തൊടുപുഴ കുടയത്തൂർ സ്വദേശി അനന്തു കൃഷ്ണൻ മൂവാറ്റുപുഴയിൽ പിടിയിലായതോടെയാണ് തട്ടിപ്പിനിരയായ കൂടുതൽ പേർ രംഗത്തുവന്നത്. എറണാകുളത്ത് 700 കോടിയുടെ തട്ടിപ്പ് നടന്നതായി കണക്കാക്കുന്നു. കണ്ണൂരിൽ 300 കോടിക്കടുത്തും. വയനാട്ടിലെ ഉരുൾ ദുരന്തബാധിതരും തട്ടിപ്പിനിരയായി. സംഭവവുമായി ബന്ധപ്പെട്ട് BJP നേതാവ് AN രാധാകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് ലാലി വിൽസൺ തുടങ്ങിയവരുടെ പേരുകൾ കൂടി ഉയർന്നുവന്നതോടെ
വിഷയം പുതിയ രാഷ്ട്രീയ വിവാദത്തിനും തിരികൊളുത്തിയിരിക്കുകയാണ്. കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ലാലി വിൽസന്റിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷന്റെ പേരിലാണ് തട്ടിപ്പ് നടന്നത്. 6,000 രൂപ രജിസ്ട്രേഷൻ ഫീസും വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ പകുതി വിലയും നിക്ഷേപകരിൽ നിന്ന് ഈടാക്കും. ബാക്കി തുക കോൺഫെഡറേഷൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ CSR ഫണ്ടിൽ നിന്ന് ശേഖരിക്കുമെന്നുമായിരുന്നു വാഗ്ദാനം. ആദ്യഘട്ടത്തിൽ ഏതാനും നിക്ഷേപകർക്ക് ഉൽപ്പന്നം ലഭിച്ചുവെങ്കിലും പിന്നീട് സംഘാടകരിൽ നിന്ന് പ്രതികരണമൊന്നും ഇല്ലാതായതോടെയാണ് തട്ടിപ്പിന്റെ സൂചനകൾ ലഭിച്ചത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ 7 പേർക്കെതിരെ കേസെടുത്തു. സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസ് മേധാവി അനന്തു കൃഷ്ണനെ 1-ാം പ്രതിയാക്കി കണ്ണൂർ ടൗൺ പോലീസാണ് കേസെടുത്തത്. സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിയമോപദേഷ്ടാവ് കൂടിയായ കോൺഗ്രസ് നേതാവ് ലാലി വിൽസന്റ് 7-ാം പ്രതിയാണ്. കണ്ണൂർ, എറണാകുളം, പാലക്കാട്, ഇടുക്കി ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ തട്ടിപ്പിനിരയായത്. പാലക്കാട്ട് 2,000 പേർക്ക് പണം നഷ്ടമായി. ഇടുക്കിയിൽ 1,000 പേർക്കും. തലസ്ഥാനത്ത് 11 സൊസൈറ്റികൾ രൂപീകരിച്ച് കോർഡിനേറ്റർമാരെ ഉപയോഗിച്ച് 6 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. പോത്തൻകോട്, ആര്യനാട്, വെള്ളറട, നെടുമങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നിരവധി പേർക്ക് പണം നഷ്ടമായത്. വഞ്ചിയൂർ കേന്ദ്രീകരിച്ചാണ് സൊസൈറ്റിയുടെ ആസ്ഥാന മന്ദിരം പ്രവർത്തിച്ചിരുന്നത്. മിക്കയിടത്തും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയാണ് ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിനായി കമ്പനി ക്ഷണിച്ചിരുന്നത്. പാതിവില തട്ടിപ്പ് ക്രൈംബ്രാഞ്ചിന് വിടാനാണ് തീരുമാനം. തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണന്റെ ഡിസ്കൌണ്ട് തട്ടിപ്പ് കേസുകൾ ഇന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഇത് സംബന്ധിച്ച ശുപാർശ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് കേസുകൾ അന്വേഷിക്കുക. ഇതുവരെ സംസ്ഥാനത്ത് 35 കേസുകളിലായി 36 കോടി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. 8 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് അരങ്ങേറിയത്. ഇതിനു പുറമെ 1000-ഓളം പരാതികൾ വിവിധ ജില്ലകളിൽ ലഭിച്ചിട്ടുണ്ട്. തട്ടിയെടുത്ത തുക 1000 കോടി രൂപ കവിയുമെന്നാണ് പ്രാഥമിക നിഗമനം. അനന്തുകൃഷ്ണൻ വെളിപ്പെടുത്തിയ ബാങ്ക് അക്കൗണ്ടിൽ 3 കോടി രൂപയാണ് അവശേഷിക്കുന്നത്. ബാക്കി തുക മറ്റാരുടെയെങ്കിലും അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. മൂവാറ്റുപുഴ പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കണ്ണൂരിൽ ലഭിച്ച പരാതിയിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൽസന്റിനെ 7-ാം പ്രതിയാക്കി ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിരപരാധികൾക്ക് രാത്രി റോഡിൽ പോലീസിന്റെ മർദ്ദനം. 3 പേർക്ക് പരിക്ക്. SIക്കും 2 പോലീസുകാർക്കും സസ്പെൻഷൻ. വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവേ വാഹനത്തിൽ നിന്നിറങ്ങി റോഡിൽ നിന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘത്തിന് പോലീസിന്റെ ക്രൂരമർദ്ദനം. തുലാപ്പള്ളി പമ്പാവാലി ചെളിക്കുഴിയിൽ വീട്ടിൽ CT സിത്താരമോൾ, ഭർത്താവ് ശ്രീജിത്ത്, ബന്ധു ഷിജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. സിത്താരയുടെ തോളെല്ല് പൊട്ടുകയും കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ശ്രീജിത്തിന്റെ തലയ്ക്കാണ് പരിക്ക്. സംഭവത്തിൽ SI JU ജിനു, CPOമാരായ ജോബിൻ, അഷ്ഫാഖ്, റഷീദ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. ചൊവ്വാഴ്ച രാത്രി 11-ന് അബാൻ ജംഗ്ഷനിലെ ബാറിന് മുന്നിലായിരുന്നു മർദ്ദനം. സ്ഥലത്ത് സംഘർഷമുണ്ടെന്നറിഞ്ഞെത്തിയ പോലീസ് ജീപ്പിൽ നിന്നിറങ്ങിയ ഉടൻ റോഡിൽ കണ്ടവരെയെല്ലാം തല്ലുകയായിരുന്നു. പമ്പാവാലിയിലേക്ക് ട്രാവലറിൽ മടങ്ങുകയായിരുന്നു 16-അംഗ സംഘം. കോന്നിയിലുള്ള ബന്ധുവായ സ്ത്രീയെ ഇറക്കാനായാണ് വാഹനം നിർത്തിയത്. ഇതിനിടെയാണ് സിത്താര, ശ്രീജിത്ത്, ഷിജിൻ, അജയ്, അജിത് എന്നിവർ റോഡിലിറങ്ങിയത്. പോലീസ് അക്രമം പേടിച്ച് റോഡിന് മറുവശത്തേക്കോടിയ ശ്രീജിത്തിന്റെയും സിത്താരയുടെയും പിറകെ ചെന്നും ലാത്തിവീശി. ഇതിനിടെ വീണാണ് സിത്താരയ്ക്ക് പരിക്കേറ്റത്. ഭാര്യയെ എഴുന്നേൽപ്പിക്കുന്നതിനിടെ ശ്രീജിത്തിനും അടിയേറ്റു. സ്വകാര്യ സർവകലാശാല മന്ത്രിസഭായോഗത്തിൽ ഉടക്കി CPI, ബില്ല് മാറ്റി. CPI ഉടക്കിയതോടെ സ്വകാര്യ സർവകലാശാല ബിൽ അംഗീകരിക്കുന്നത് മന്ത്രിസഭായോഗം മാറ്റി. ബഹുതല മേഖലകളിൽ സ്വകാര്യ സർവകലാശാല തുടങ്ങുന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ബാധിക്കുമെന്നാണ് CPIയുടെ നിലപാട്. കൂടുതൽ ചർച്ചയ്ക്ക് ശേഷമേ ബിൽ പരിഗണിക്കാവൂ എന്ന് മന്ത്രി P. പ്രസാദ് ആവശ്യപ്പെട്ടു. ബില്ലിന്റെ ഘടനയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും ആശങ്ക പ്രകടിപ്പിച്ചു. അനുമതി നൽകുന്നതിനു മുൻപ് പഠനം ആവശ്യമാണെന്ന് CPI മന്ത്രിമാർ വാദിച്ചതോടെ ബിൽ മന്ത്രിസഭ മാറ്റി. രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPI സ്വകാര്യ സർവകലാശാലയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതെന്നാണ് വിവരം.
അവരുടെ യുവജന വിഭാഗമായ AIYF ഉൾപ്പെടെ എതിർപ്പുമായി നേരത്തെ രംഗത്തുണ്ട്. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലല്ല. കൃഷി, ആരോഗ്യ സർവകലാശാലകൾ അതത് വകുപ്പിന് കീഴിലാണ്. എല്ലാ മേഖലകളിലും കോഴ്സ് തുടങ്ങാനുള്ള സ്വകാര്യ സർവകലാശാലകളുടെ സ്വാതന്ത്ര്യം നിലവിലെ സ്ഥാപനങ്ങളെയും കോഴ്സുകളെയും ബാധിക്കുമെന്ന ആശങ്കയാണ് CPI പ്രകടിപ്പിച്ചത്. സംസ്ഥാനത്തിന് പുറത്തായതിനാൽ മന്ത്രി R. ബിന്ദു യോഗത്തിൽ പങ്കെടുത്തില്ല. ഉരുൾപൊട്ടൽ പുനരധിവാസം, ഭൂമി ഏറ്റെടുക്കുക ദുരന്ത നിവാരണ നിയമപ്രകാരം. വയനാട് ജില്ലയിലെ ചൂരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനായി നിർമ്മിക്കുന്ന 2 ടൗൺഷിപ്പുകൾക്ക് ദുരന്ത നിവാരണ നിയമപ്രകാരം തന്നെ ഭൂമി ഏറ്റെടുക്കാനും 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകാനും സർക്കാർ തീരുമാനം. കൽപ്പറ്റയിലെയും നെടുമ്പാലയിലെയും എസ്റ്റേറ്റുകൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കുന്നതിൽ വ്യക്തത വരുത്തിയും 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകണമെന്നും നിർദ്ദേശിച്ചുമുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിപ്രകാരം നടപടികൾ സ്വീകരിക്കാമെന്ന് അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിനെ അറിയിച്ച സാഹചര്യത്തിലാണിത്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ മന്ത്രിമാരായ K. രാജൻ, P. രാജീവ് എന്നിവർ പങ്കെടുത്ത ഉന്നതതല യോഗം ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകാനും നഷ്ടപരിഹാരത്തുക നിശ്ചയിക്കാനും വയനാട് കലക്ടർ DR. മേഘശ്രീയെ ചുമതലപ്പെടുത്തി. നഷ്ടപരിഹാരം നൽകുമെങ്കിലും ഭൂമിയുടെ ഉടമസ്ഥത സർക്കാരിനാണെന്ന് വാദിച്ച് ഈ എസ്റ്റേറ്റുകൾക്കെതിരെ റവന്യൂ വകുപ്പ് നൽകിയിട്ടുള്ള കേസുകളിലെ വിധിന്യായത്തിന് വിധേയമായി നടപടികൾ സ്വീകരിക്കുമെന്ന് ഉടമ്പടി വയ്ക്കും. 2 എസ്റ്റേറ്റുകളിലെയും പ്രാഥമിക സർവേ പൂർത്തിയായതായി കലക്ടർ യോഗത്തിൽ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം, റവന്യൂ, ദുരന്ത നിവാരണ വകുപ്പുകളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ലാൻഡ് റവന്യൂ കമ്മീഷണറും ദുരന്ത നിവാരണ കമ്മീഷണറുമായ A. കൗശികൻ തുടങ്ങിയവരും പങ്കെടുത്തു. സംസ്ഥാന ബജറ്റ് നാളെയാണ്. ഊന്നൽ നികുതിയേതര വരുമാനത്തിലെന്ന് സൂചന. 2ാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് വെള്ളിയാഴ്ച ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നികുതിയേതര വരുമാന വർധനയ്ക്കുള്ള മാർഗങ്ങളിലാകും ബജറ്റ് ഊന്നൽ നൽകുക. തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുന്നതിനാൽ ക്ഷേമ പെൻഷൻ വർധനയും ശമ്പള കമ്മീഷൻ പ്രഖ്യാപനവുമടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നു. സമീപകാലത്തൊന്നും ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലാണ് സംസ്ഥാനത്ത് പദ്ധതി നടത്തിപ്പ്. സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ പോലും കിതപ്പിലാണ്. ഡിസംബർ വരെയുള്ള കണക്കനുസരിച്ച് പദ്ധതി വിനിയോഗം 43.34% മാത്രമാണ്. 3 വർഷം കൊണ്ട് മുഴുവൻ പ്രവർത്തന സജ്ജമാക്കുന്ന വിഴിഞ്ഞം തുറമുഖം മുന്നിൽ കണ്ടാകും ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളത്രയും. വിഴിഞ്ഞം അനുബന്ധ വികസനത്തിന് വലുതും ചെറുതുമായ ഒട്ടേറെ പദ്ധതികൾ പരിഗണനയിലുണ്ട്. വ്യവസായ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിനുള്ള സാധ്യതകളെല്ലാം തുറന്നിടുമെന്ന സൂചനയും ധനമന്ത്രി നൽകിക്കഴിഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലെ തനതു വരുമാനം കൂട്ടുന്നതിനൊപ്പം പദ്ധതികൾക്ക് പണമെത്തിക്കാൻ വിവിധ സേവന നിരക്കുകളിലടക്കം പരിഷ്കാരങ്ങൾക്കും സാധ്യതയുണ്ട്. പുതുതലമുറ വ്യവസായങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടാകും. പദ്ധതികളും പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം പണമെവിടെയെന്ന ചോദ്യവുമുണ്ട്. ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിൽ തുടങ്ങി പട്ടിക വിഭാഗങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ വരെ വെട്ടിക്കുറവ് വന്നതിൽ പ്രതിഷേധമുയരുമ്പോഴാണ് അടുത്ത ബജറ്റിനുള്ള തയ്യാറെടുപ്പ്. പണമില്ലാത്തതിനാൽ വൻകിട പദ്ധതികൾക്കുള്ള വകയിരുത്തലുകളിൽ ഇത്തവണയും നിയന്ത്രണങ്ങളുണ്ടാകും. സംസ്ഥാനത്ത് താപനില ഉയരും, കടലാക്രമണത്തിനും സാധ്യത. വ്യാഴാഴ്ച ഒറ്റപ്പെട്ടയിടങ്ങളിൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥ അനുഭവപ്പെടാം. സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുമെന്നതിനാൽ നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കുന്നതിനൊപ്പം പരമാവധി വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് വ്യാഴാഴ്ച വൈകിട്ട് 5:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം.
NCP ഏറ്റുമുട്ടി ചാക്കോ ശശീന്ദ്രൻ വിഭാഗങ്ങൾ. പാർട്ടി ഓഫീസ് പിടിച്ചെടുക്കാൻ ശ്രമം, തമ്മിൽ തല്ല് കസേരയേറെ. തലസ്ഥാനത്ത് പാർട്ടി ഓഫീസ് പിടിച്ചെടുത്തതിനെ ചൊല്ലി NCPയിൽ PC ചാക്കോ AK ശശീന്ദ്രൻ വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. കസേര കൊണ്ടുള്ള ആക്രമണത്തിലും മർദ്ദനത്തിലും 4 പേർക്ക് നിസ്സാര പരിക്കേറ്റു. ശശീന്ദ്രൻ വിഭാഗം നേതാവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ഇളവട്ടം ശ്രീധരൻ, ചാക്കോ വിഭാഗം നേതാക്കളായ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഞ്ചൽ ജോബ്, ഇടക്കുന്നിൽ മുരളി, ബിന്ദു വേണു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവർ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി. ചാക്കോ വിഭാഗം നേതാക്കൾ ഓഫീസിൽ അതിക്രമിച്ചു കയറി രേഖകളടക്കം മോഷ്ടിച്ചെന്ന് ആരോപിച്ച് ശശീന്ദ്രൻ വിഭാഗം പോലീസിൽ പരാതി നൽകി. ഓഫീസിന്റെ അവകാശം നേടിയെടുക്കാൻ ചാക്കോ വിഭാഗം നേതാക്കൾ തിരുവനന്തപുരം മുൻസിഫ് കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരട്ടവേഷത്തിൽ വിലസിയ മോഷ്ടാവ് കോഴിക്കോട് പിടിയിൽ. കേരളത്തിൽ മോഷ്ടാവ് ബംഗാളിലെത്തിയാൽ പാവങ്ങളെ കൈയയച്ചു സഹായിക്കുന്ന ഖത്തർ വ്യവസായി. മോഷണക്കേസിൽ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയ മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പിള്ളി പണ്ടിയാരപ്പിള്ളി വീട്ടിൽ നൌഫലാണ് കേരളത്തിലും ബംഗാളിലും ഇരട്ടവേഷമണിയുന്നത്. ഖത്തറിലെ ബിസിനസ്സുകാരൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന നൌഫലിനെ ഷെയ്ഖ് നൌഫൽ എന്നാണ് ബംഗാളികൾ വിളിക്കുന്നത്. പെരിന്തൽമണ്ണ അമ്മിനിക്കാട് മോഷണം നടത്തിയ ശേഷം ബംഗാളിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിനിടെ കോഴിക്കോട് ലോഡ്ജിൽ വെച്ചാണ് പിടിയിലായത്. കഴിഞ്ഞ മാസം കൊണ്ടോട്ടി തുറക്കലിൽ വീട് കുത്തി തുറന്നു നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നൌഫലിലേക്ക് എത്തിയത്. 2024 ഒക്ടോബറിൽ മോങ്ങത്ത് മോഷണശ്രമത്തിനിടെ ഗൃഹനാഥനെ വെട്ടിയ കേസിലുൾപ്പെടെ ഇയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. മലപ്പുറം കോടതി നൌഫലിനെ റിമാൻഡ് ചെയ്തു. ടോൾ പിരിവ് വന്നാൽ ബാധകം 50ഓളം റോഡുകളിൽ. കിഫ്ബിയുടെ ധനസഹായത്തോടെ നിർമ്മിച്ച റോഡുകളിൽ സർക്കാർ ടോൾ പിരിക്കാൻ തീരുമാനിച്ചാൽ 50ഓളം റോഡുകളിൽ യാത്ര ചെയ്യുന്നവരുടെ പോക്കറ്റിൽ നിന്ന് പണം പോകും. പൊതുമരാമത്ത് വകുപ്പിന്റേത് മാത്രമായി 511 പദ്ധതികളാണ് കിഫ്ബി നടപ്പാക്കുന്നത്. ഈ പദ്ധതികൾക്കായി 32,000 കോടി ചെലവിടുമെന്നാണ് കണക്ക്. ഇത്രത്തോളം പണം റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും നിർമ്മിക്കാൻ ചെലവിടുമ്പോൾ അതിൽ നിന്ന് വരുമാനവും ഉറപ്പാക്കണമെന്നാണ് കിഫ്ബിയുടെ നിലപാട്. 50 കോടി രൂപയ്ക്ക് മേൽ ചെലവിട്ട റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാനാണ് നിലവിലെ ആലോചന. തിരുവനന്തപുരത്തെ പ്രാവച്ചമ്പലം കൊടിനട 4-വരിപ്പാത, വഴയില 4-വരിപ്പാത, വികസിപ്പിക്കുന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷൻ, കൊട്ടാരക്കര ബൈപ്പാസ്, കുട്ടിക്കാനം ചപ്പാത്ത് മലയോര ഹൈവേ, മലയോരപാതയുടെ മറ്റു ജില്ലകളിലെ റീച്ചുകൾ, നിർമ്മാണം നടക്കുന്ന തീരദേശ ഹൈവേ, അങ്കമാലി കൊച്ചി എയർപോർട്ട് ബൈപ്പാസ്, മൂവാറ്റുപുഴ പെരുമ്പാവൂർ ബൈപ്പാസുകൾ തുടങ്ങിയവയിലൊക്കെ ടോൾ പിരിവ് വരാം എന്നും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. മഹാകുംഭമേള, മരിച്ചത് 79 പേരെന്ന് റിപ്പോർട്ട്. UPയിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും മരിച്ചവർ 79 പേരെന്ന് ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമം ന്യൂസ് ലോണ്ടറിയുടെ റിപ്പോർട്ട്. ജനുവരി 29 പുലർച്ചെയുണ്ടായ അപകടത്തിൽ 30 പേർ മരിച്ചെന്നും 60-ൽ ഏറെ പേർക്ക് പരിക്കേറ്റെന്നുമാണ് UP സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചത്. വിവിധ ആശുപത്രികളിൽ അന്വേഷണം നടത്തിയാണ് മാധ്യമ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സമരപ്പന്തൽ പൊളിച്ചു നീക്കി, പ്രതിഷേധിച്ച് SFI. കേരള സർവകലാശാലയിൽ SFI പ്രതിഷേധം കടുത്തു. സംഘർഷത്തിനിടയിൽ SFIയുടെ സമരപ്പന്തൽ പോലീസ് ഇടപെട്ട് പൊളിച്ചു നീക്കി. ഇന്നലെ രാവിലെ 11-ന് SFI പ്രവർത്തകർ വൈസ് ചാൻസലർ മോഹൻ കുന്നുമെലിനെ RSS നേതാവ് മോഹൻ ഭഗവത്തിനോടൊപ്പമിച്ച് മെയിൻ ബ്ലോക്കിന്റെ കവാടത്തിൽ ബാനർ ഉയർത്തിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. പ്രധാന വാതിലിലൂടെ ആർക്കും കടന്നുപോകാൻ കഴിയാതെ വരികയും പ്രവർത്തകർ മുകൾ നിലയിൽ ബാനർ കെട്ടാൻ ശ്രമിക്കുകയും ചെയ്തതോടെ രജിസ്ട്രാർ പോലീസിന്റെ സഹായം തേടി. പ്രധാന ഗേറ്റ് അടച്ച ശേഷമാണ് VCയെ കാണാനില്ലെന്ന ബാനർ SFI പ്രവർത്തകർ ഉയർത്തിയത്. രോഗിയുമായി പോയ ആംബുലൻസും മിനി ലോറിയും കൂട്ടിയിടിച്ച് ദമ്പതികളടക്കം 3 പേർ മരിച്ചു. 6 പേർക്ക് പരിക്ക്. മരിച്ചവരിൽ ഒരാൾ ബംഗാൾ സ്വദേശി. കൊട്ടാരക്കര MC റോഡിൽ സദാനന്ദപുരം മോട്ടൽ ജംഗ്ഷന് സമീപത്തെ വളവിൽ ആംബുലൻസും കോഴികളെ കയറ്റിവന്ന മിനി ലോറിയും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി അടൂർ ഏനാദിമംഗലം മരുതിമൂട് ആഞ്ഞിലിമൂട്ടിൽ തമ്പി
ഭാര്യ ശ്യാമള, കോഴിവണ്ടിയിലെ തൊഴിലാളി ബംഗാൾ കുച്ച് ബിഹാർ ബോക്സിഗാങ് ഗാസ്ബാസിൽ റൂബക് ഹക്ക് എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30-യോടെയാണ് സംഭവം. തമ്പിയുടെ മകൾ ബിന്ദു, ആംബുലൻസ് ഡ്രൈവർ അടൂർ മങ്ങാട് സ്വദേശി ഷിൻജോ, അയൽവാസി ലിബിൻ ബാബു, ലോറി ഡ്രൈവർ കൊല്ലം കുരീപ്പുഴ പെരിനാട് കൊട്ടാരത്തെക്കേതിൽ ജെ ജലീൽ, ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികളായ ബംഗാൾ സ്വദേശികളായ ശബലു, മാലിക് എന്നിവരെ പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രൂപ വീണ്ടും കൂപ്പുകുത്തി. ഡോളറിന് 87 രൂപ 46 പൈസ. ഡോളറിനെതിരെ രൂപ വീണ്ടും കൂപ്പുകുത്തി. ബുധനാഴ്ച 36 പൈസ ഇടിഞ്ഞ് $1 87 രൂപ 43 പൈസ എന്ന എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിലാണ് ഇന്ത്യൻ കറൻസി. ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫ് പ്രഖ്യാപനത്തോടൊപ്പം ഉടലെടുത്ത വ്യാപാര യുദ്ധം രൂപയെ കൂടുതൽ ദുർബലമാക്കുകയാണ്. ചൊവ്വാഴ്ച 87 രൂപ 07 പൈസ എന്ന നിലയിൽ ക്ലോസ് ചെയ്ത രൂപ ഇന്നലെ വ്യാപാരത്തിനിടയിൽ 87.49 പതിച്ചു. പിന്നീട് 3 പൈസ തിരിച്ചുപിടിച്ച് 87.43 എത്തി. സ്വർണം കുതിപ്പ് തുടരുകയാണ്. പവന് 63,240 രൂപയാണ് ഇന്നലത്തെ വില. കുതിപ്പ് തുടരുന്ന സ്വർണ്ണവില പുതിയ ഉയരങ്ങളിൽ. ഗ്രാമിന് 95 രൂപയും പവന് 760 രൂപയും വർദ്ധിച്ച് യഥാക്രമം 7,905 രൂപയും 63,240 രൂപയുമായി. 18 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 80 രൂപ കൂടി 6,535 രൂപയുമായി. വെള്ളിവില ഗ്രാമിന് 2 രൂപ വർദ്ധിച്ച് 106 രൂപയായി. ഇതാദ്യമായാണ് സ്വർണ്ണവില 63,000 കടക്കുന്നത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം എന്നാണ് വിദഗ്ധാഭിപ്രായം. സ്വീഡനിലെ ക്യാമ്പസിൽ വെടിവെപ്പ്, 10 മരണം. അക്രമി സ്വയം വെടിവെച്ച് മരിച്ചു. സ്വീഡനിൽ മുതിർന്നവർക്കായുള്ള വിദ്യാഭ്യാസ കേന്ദ്രത്തിലുണ്ടായ വെടിവെപ്പിൽ 10 വിദ്യാർത്ഥികൾ മരിച്ചു. അക്രമി സ്വയം വെടിവെച്ച് മരിച്ചു. 3 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർക്ക് ഗുരുതര പരിക്കേറ്റു. പടിഞ്ഞാറൻ സ്റ്റോക്ക്ഹോമിൽ ഒറേബ്രോയിലാണ് സംഭവം. കുടിയേറ്റക്കാർക്കായി സ്വീഡിഷ് ഭാഷാ ക്ലാസുകൾ, തൊഴിലധിഷ്ഠിത പരിശീലനം തുടങ്ങിയവ നടത്തുന്ന റിസ്ബർസ്ക ക്യാമ്പസിലാണ് വെടിവെപ്പ് നടന്നത്. പൊതുപരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ മടങ്ങവെയാണ് വെടിവെപ്പുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റ് വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്ത ശേഷം അക്രമി സ്വയം വെടിവെച്ച് മരിച്ചതായാണ് പോലീസിന്റെ നിഗമനം. അറസ്റ്റ് വാറന്റ്. താലിബാൻ മന്ത്രി രാജ്യം വിട്ടു. അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പിന്തുണച്ച താലിബാൻ മന്ത്രിക്ക് അറസ്റ്റ് വാറന്റ്. തുടർന്ന് മന്ത്രി രാജ്യം വിട്ടു. താലിബാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മുഹമ്മദ് അബ്ബാസ് സ്റ്റാനിക്സായിയാണ് UAE-യിലേക്ക് കടന്നത്. ജനുവരി 20-ന് അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള ബോസ്ത് പ്രവിശ്യയിൽ നടന്ന ബിരുദദാന ചടങ്ങിനിടെയാണ് പെൺകുട്ടികൾക്ക് സെക്കൻഡറി സ്കൂളുകളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തുമുള്ള സർക്കാർ വിലക്കിനെ വിമർശിച്ചത്. തുടർന്ന് താലിബാന്റെ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഖുൻസാദ മന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. ഇതോടെ മന്ത്രി രാജ്യമിടുകയായിരുന്നു. UN ഏജൻസി വഴി ഫലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള ധനസഹായം നിർത്തി. UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് US-നെ പിൻവലിച്ചുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഇതിന് പിറകെ യുനെസ്കോയിലെ പങ്കാളിത്തം തുടരുന്ന വിഷയം അവലോകനം ചെയ്യാൻ ട്രംപ് നിർദ്ദേശം നൽകി. 2ാം ലോക മഹായുദ്ധശേഷം ഭാവിയിലെ ആഗോള സംഘർഷങ്ങൾ തടയാനും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കാനും ഐക്യരാഷ്ട്രസഭയെ അമേരിക്ക സഹായിച്ചെങ്കിലും UN-ലെ ചില ഏജൻസികളും സംഘടനകളും അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച കാര്യം എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. US-ന്റെ സഖ്യകക്ഷികളെ ആക്രമിച്ചതും യഹൂദ വിരുദ്ധത പ്രചരിപ്പിച്ചതുമെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നുള്ള പിന്മാറ്റ ഉത്തരവിൽ ഒപ്പുവെച്ചത്. UNHRCക്ക് പുറമെ ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിക്കുള്ള ഫണ്ട് നൽകൽ നിർത്തിയതിനൊപ്പം യുനെസ്കോയിൽ നിന്ന് പിന്മാറുന്ന കാര്യവും അമേരിക്കയുടെ സജീവ പരിഗണനയിലാണ്. 2019-ൽ
US-ഉം ഇസ്രായേലും യുനെസ്കോയിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുകയാണ്. ഇനി നാളെ. നന്ദി, നമസ്കാരം.